നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. അന്തരിച്ച MLA PT തോമസിനെതിരായി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രാഷ്ട്രീയ ആയുധമാക്കി UDF. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് തെറ്റിദ്ധരുത്താനുള്ള സുവർണാവസരമെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതിഷേധാർഹവും ദുഃഖകരവുമാണെന്ന് ഉമാ തോമസ്. ഒരു മുഖ്യമന്ത്രിക്ക് യോജിക്കാത്ത വാക്കുകളുമാണ്. PTയെ പോലെ ഒരാളുടെ നഷ്ടത്തെ സുവർണാവസരമായി കാണാൻ എങ്ങനെ സാധിക്കുമെന്നും മരണത്തെ മുഖ്യമന്ത്രി ആഘോഷമാക്കി മാറ്റുകയാണോ എന്നും ഉമാ തോമസ്. PTയുടെ മരണത്തെ മോശമായി ചിത്രീകരിച്ച മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബെന്നി ബെഹനാൻ MPയും. അബദ്ധം പറ്റിയത് 99 സീറ്റ് നൽകി വിജയിപ്പിച്ച ജനത്തിനാണെന്നും അവർ അത് തിരുത്തുമെന്നും ബെന്നി ബെഹനാൻ. കേരളം സൃഷ്ടിച്ച ചരിത്രത്തോടൊപ്പം നിൽക്കാൻ തൃക്കാക്കരയ്ക്ക് കഴിഞ്ഞില്ലെന്ന് മന്ത്രി P രാജീവ്. ആ തെറ്റ് തിരുത്താൻ അവസരം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രാഷ്ട്രീയം പറയാൻ കഴിയാത്തതിനാലാണ് ഇത്തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും മന്ത്രി. തൃക്കാക്കരയിൽ UDF പരിഭ്രാന്തിയിലെന്നും P രാജീവ്. രാഷ്ട്രീയവും വികസനവും പറയാൻ കോൺഗ്രസിന് പറ്റുന്നില്ല. സ്ഥാനാർത്ഥിക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനും വലിയ സ്വീകാര്യത കിട്ടി. UDFിൽ നിന്ന് ഇടത്തേക്ക് വലിയ ഒഴുക്കാണ് എന്നും മന്ത്രി. ഇടത് വലത് മുന്നണികൾക്ക് എതിരെ ലത്തീൻ സഭ. മൂലംപള്ളി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരും ഇടപെട്ടില്ല. പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുന്നുവെന്നും വരാപ്പുഴ അതിരൂപത രാഷ്ട്രീയ കാര്യസമിതി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് സേവിയർ ന്യൂസ് 18നോട്. ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് കേരയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നും ഫാദർ ഫ്രാൻസിസ് സേവിയർ. ലത്തീൻ വോട്ടുകൾ സ്വാധീനിക്കാൻ KV തോമസിന് ആകില്ല. മുഴുവൻ സൗജന്യങ്ങളും പറ്റിയ ഒരാളാണ് പാർട്ടി വിട്ട് പോയത് എന്നും പ്രതികരണം. KV തോമസിനെ പുറത്താക്കിയ നടപടിക്ക് AICCയുടെ അംഗീകാരം. LDF വേദിയിൽ എത്തിയിട്ടും നടപടി എടുക്കാതിരുന്നാൽ തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. രാജസ്ഥാനിൽ ചിന്തൻ ശിബിരിൽ പങ്കെടുക്കാനെത്തിയ മുതിർന്ന നേതാക്കളുടെ കൂടി പിന്തുണയിലാണ് തീരുമാനം. കുലം കുത്തികളെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമസ്ത മേഖലകളിലും സർക്കാർ പരാജയമാണ്. വർഗീയ പ്രീണനമാണ് പിണറായി നടത്തുന്നത്. അപമാന ഭാരത്താൽ തലകുനിക്കേണ്ട ഗതികേടിലാണ് കേരളമെന്നും VD സതീശൻ. തന്നെ പുറത്താക്കിയെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ നുണ പറയുകയാണ് എന്ന് KV തോമസ്. തന്നെ പുറത്താക്കേണ്ടത് AICC ആണ്. ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും KV തോമസ്. AICCക്കെതിരെ KV തോമസ്. AICCക്ക് വികസന കാഴ്ചപ്പാടില്ല. കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് തന്നെ മാറ്റാനാവില്ല. കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടമായെന്നും KV തോമസ്. LDFിലേക്ക് ഇല്ല എന്നും KV തോമസ് വ്യക്തമാക്കി. സ്വതന്ത്രനായി നിൽക്കാനാണ് തീരുമാനം. എന്നാൽ തൃക്കാക്കരയിൽ പ്രചാരണത്തിന്റെ ഭാഗമായി LDFിനൊപ്പം ഇറങ്ങുമെന്നും പ്രതികരണം. KV തോമസിന്റെ നിലപാടുകൾ ദൗർഭാഗ്യകരമെന്ന് തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ്. ഇതേക്കുറിച്ച് ഇനി കൂടുതൽ പ്രതികരിക്കാനില്ല. നേതൃത്വം മറുപടി പറയുമെന്നും ഉമാ തോമസ്. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് KV തോമസ് ഇടതുമുന്നണിയിലേക്ക് പോയത് എന്ന് ഹൈബി ഈഡൻ MP. കൊച്ചിയിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ UDFിന്റെ ഭരണ നേട്ടം ആണ് എന്നും ഹൈബി. തൃക്കാക്കര സൗഭാഗ്യം തന്നെയെന്ന് LDF കൺവീനർ EP ജയരാജൻ. UDFിനെ തോൽപ്പിക്കാൻ സൗഭാഗ്യം വന്നിരിക്കുകയാണ്. UDFും അങ്ങനെ കാണുന്നുവെങ്കിൽ സന്തോഷം. KV തോമസ് ജീവിതത്തിലെ വലിയൊരു പുണ്യകർമ്മം ഇന്നലെ നിർവഹിച്ചുവെന്നും EP ജയരാജൻ. KV തോമസിനെ കോൺഗ്രസ് പുറത്താക്കിയതിൽ സാങ്കേതികമായ വൈരുദ്ധ്യമുണ്ട് എന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. KPCC പ്രസിഡന്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമല്ല അത്. കേന്ദ്ര നേതൃത്വമാണ് തീരുമാനം എടുക്കേണ്ടത്. കോൺഗ്രസുകാരനായി നിന്നുകൊണ്ട് KV തോമസ് CPIMനെ പിന്തുണയ്ക്കുന്നതിൽ ഒരു തെറ്റും ഇല്ലെന്നും PC ചാക്കോ.
കോൺഗ്രസ് സംസ്കാരം ഉള്ളവർക്കെല്ലാം വരാൻ കഴിയുന്ന പാർട്ടിയാണ് NCP എന്ന് PC ചാക്കോ. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് KV തോമസ് ആണ്. തൃക്കാക്കരയിൽ LDF വിജയിക്കുമെന്നും പ്രതികരണം. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ VD സതീശനും K സുധാകരനും ആഗ്രഹമുണ്ടായിരുന്നുവെന്നും PC ചാക്കോ. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പമാണ് ഇപ്പോഴും കോൺഗ്രസ് അണികൾ. സതീശനും സുധാകരനും പിന്തുണയില്ലാത്ത നേതാക്കളെന്നും കുറ്റപ്പെടുത്തൽ. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ സതീശനും സുധാകരനും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് PC ചാക്കോ. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പമാണ് ഇപ്പോഴും കോൺഗ്രസ് അണികളെന്നും സതീശനും സുധാകരനും പിന്തുണയില്ലാത്ത നേതാക്കളാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP സംസ്ഥാന നേതൃയോഗം എറണാകുളത്ത് തുടരുകയാണ്. പാലാരിവട്ടം YMCA ഹാളിലാണ് യോഗം. നേതൃയോഗത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് അജണ്ട. NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ഉൾപ്പെടെ BJPയുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൃക്കാക്കരയിൽ സിൽവർ ലൈനാണ് മുഖ്യ വിഷയമെന്ന് സമ്മതിക്കാൻ സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. വികസനത്തിനാണ് വോട്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നിട്ട് എന്തിനാണ് സിൽവർ ലൈൻ കല്ലിടൽ നിർത്തിവെച്ചിരിക്കുന്നത് എന്നും മന്ത്രി. ഏത് വികസന മാതൃകയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. തൃക്കാക്കരയിൽ 2 പേർ ഡെങ്കിപ്പനി വന്ന് മരിച്ചു. ഈ കേരളം അല്ല തൃക്കാക്കരയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും സുരേന്ദ്രൻ. മുഖ്യമന്ത്രിക്ക് അരണയുടെ ബുദ്ധിയും ഓന്തിന്റെ സ്വഭാവമാണെന്ന് സുരേന്ദ്രൻ. KV തോമസിനും അരണയുടെ ബുദ്ധി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സംശയം. തോമസിനെ ആരും അപമാനിച്ചിട്ടില്ലെന്നും അടുത്തിടെ ഒരു സിനിമയിൽ ഡൽഹിയിൽ മീനുമായി പോകുന്നത് ഉണ്ട് എന്നും സുരേന്ദ്രൻ. 2020യുടെ പിന്തുണ നേടാനുള്ള UDF നീക്കത്തെ ചെറുക്കാൻ പുതിയ തന്ത്രവുമായി ഇടതുമുന്നണി. 2020യെ എക്കാലവും എതിർത്ത PT തോമസിന്റെ നിലപാടുകൾ ചർച്ചയാക്കി LDF കേന്ദ്രങ്ങളുടെ പ്രചാരണം. നീക്കം ആം ആദ്മിയും 2020യും മറ്റന്നാൾ നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെ. സമസ്ത നേതാവ് പൊതുവേദിയിൽ നിന്ന് പെൺകുട്ടിയെ ഇറക്കിവിട്ട സംഭവത്തിൽ പരാതിയില്ലെന്ന് പിതാവ് മാലിക്. മകൾക്കും പരാതിയില്ല. സംഭവം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും പിതാവ്. പെൺകുട്ടിയെ വേദിയിൽ അധിക്ഷേപിച്ച തരത്തിലുള്ള പ്രവൃത്തികൾ ശക്തമായി എതിർക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ. തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തും. മലപ്പുറത്തെ അധ്യാപകനെതിരായ പീഡന പരാതിയിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും EP. സമസ്ത നേതാവ് പെൺകുട്ടിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രതികരിക്കാതെ വിദ്യാഭ്യാസ മന്ത്രി. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും. കേന്ദ്രമന്ത്രി പറഞ്ഞു എന്നതുകൊണ്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നും മന്ത്രി V ശിവൻകുട്ടി. പെൺകുട്ടിയെ പരസ്യമായി അപമാനിച്ച ഉസ്താദിന്റെ നടപടിക്ക് മറയിടാൻ പോക്സോ കേസിൽ പ്രതിയായ അധ്യാപകന്റെ പ്രവൃത്തി ഉയർത്തിക്കാട്ടുന്നവർ സ്വയം പരിഹാസ്യരാകുമെന്ന് KT ജലീൽ. ഓരോ സമുദായത്തിലെയും ജീർണതകൾക്കെതിരെ ശബ്ദം ഉയർത്തേണ്ട ഉത്തരവാദിത്തം ആ ജനവിഭാഗത്തിലെ അക്ഷരം വായിക്കാനും എഴുതാനും അറിയാവുന്നവർക്ക് ഉണ്ട്. അന്യായം ആര് പറഞ്ഞാലും എതിർക്കും. അതിലാരും ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമില്ലെന്നും ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സമസ്ത നേതാവ് പെൺകുട്ടിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല. കേരളത്തിന് അപമാനമാണിത്. താലിബാനെ പോലെയാണ് കേരളത്തിൽ സമസ്ത പെരുമാറുന്നത്. അത് പറ്റില്ലെന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും V മുരളീധരൻ. സമസ്ത നേതാവ് പെൺകുട്ടിയെ വേദിയിൽ അപമാനിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട പോലീസ് റിപ്പോർട്ട് വൈകിയേക്കും. റിപ്പോർട്ട് തേടിയത് പെരിന്തൽമണ്ണ പോലീസിനോടും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടുമാണ്. സംഭവം നടന്നത് കൊളത്തൂർ പോലീസിന്റെ പരിധിയിലാണ്. രേഖാമൂലം ലഭിച്ച ശേഷമേ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കൂ. മുഖ്യമന്ത്രിക്കാണ് വർഗീയ അജണ്ടയുള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ക്രൈസ്തവരെ ന്യൂനപക്ഷമായി കാണുന്നില്ലേ എന്ന് ചോദ്യം. ഇരട്ട നീതിയാണ് നടപ്പാക്കുന്നത് എന്നും ആരോപണം. ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയെന്നും K സുരേന്ദ്രൻ.
പാലാ ബിഷപ്പിന്റെ ആശങ്ക ന്യൂനപക്ഷത്തിന്റെ ആശങ്കയല്ലേ എന്നും ചോദ്യം. ചില ന്യൂനപക്ഷങ്ങൾ നല്ലവരും ചില ന്യൂനപക്ഷങ്ങൾ വെറുക്കപ്പെട്ടവരും ആകുന്നത് എങ്ങനെയെന്നും കെ സുരേന്ദ്രൻ. മതമൗലികവാദികളുടെ നിലപാട് മുസ്ലിങ്ങളുടെ മനസ്സാണെന്ന മൗഢ്യബോധം മുഖ്യമന്ത്രിക്കുണ്ടെന്ന് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. തൃക്കാക്കരയിൽ പ്രചാരണത്തിൽ താൻ സജീവമാണെന്നും ശോഭ. കോഴിക്കോട് ചേവായൂരിൽ നടിയും മോഡലുമായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കാസർഗോഡ് സ്വദേശിനി ഷഹന. ഭർത്താവ് സജാദ് പോലീസ് കസ്റ്റഡിയിൽ. വീട്ടിൽ നിന്ന് MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ കണ്ടെടുത്തു. ഷഹാനിയും ഭർത്താവ് സജാദും വഴക്കിട്ടിരുന്നതായി ACP. അവസാനം അഭിനയിച്ച ചിത്രത്തിന്റെ പ്രതിഫലത്തെ ചൊല്ലിയായിരുന്നു വഴക്ക്. ഷഹാന ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ചെന്നാണ് സജാദിന്റെ മൊഴി. മരണകാരണം വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്നും ACP കെ സുദർശൻ. ഷഹാനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഉമ്മയും സഹോദരനും. സജാദ് നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു. ഷഹാനിയെ കൊന്നതാണെന്ന് ഉമ്മ. ഷഹാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇന്നലെയും മകൾ വിളിച്ചിരുന്നുവെന്നും ഉമ്മ ന്യൂസ് 18നോട്. സജാദിന്റെ നിലവിളി കേട്ടാണ് ഓടിയെത്തിയത് എന്ന് വീട്ടുടമ ജാസർ. എത്തുമ്പോൾ ഷഹാനയ്ക്ക് ബോധമുണ്ടായിരുന്നില്ല. ജനലിന് അടുത്തായിരുന്നില്ല ഷഹാന കിടന്നത്. ഇരുവരും വഴക്കിടാറുണ്ടായിരുന്നുവെന്നും മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും ജാസർ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി MLA-മാരെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയമാണ്. വിഷയം LDF-ൽ ഉന്നയിക്കുമെന്നും ചിറ്റയം. വിമർശനം ജില്ലയിൽ നടക്കുന്ന പരിപാടികളിലും ക്ഷണിക്കാത്ത സാഹചര്യത്തിൽ. മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ MLA-മാരുമായി കൂടിയാലോചന നടത്താറില്ല മന്ത്രി എന്നും വിമർശനം. ഫോണിൽ വിളിച്ചാലും മന്ത്രി എടുക്കാറില്ല. അടൂരിലെ പരിപാടികൾ പോലും ആരോഗ്യമന്ത്രി അറിയിക്കാറില്ല എന്നും ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാർ ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പരിപാടികളിൽ MLA-മാരെ പങ്കെടുപ്പിക്കാറുണ്ട്. ക്ഷണിക്കുന്നതും നോട്ടീസിൽ പേര് വയ്ക്കുന്നതും ഉദ്യോഗസ്ഥരാണ് എന്നും പ്രതികരണം. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ പ്രതി മണിച്ചനെ മോചിപ്പിക്കാൻ സർക്കാർ നീക്കം. 20 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ മണിച്ചനെ മോചിപ്പിക്കണമെന്ന സർക്കാർ ശുപാർശ ഗവർണർക്ക് മുന്നിൽ. നിയമോപദേശം തേടിയ ശേഷം തീരുമാനമെടുക്കാൻ രാജ്ഭവൻ ആലോചന. സന്തോഷ് ട്രോഫി താരങ്ങൾക്ക് ജോലി നൽകുമെന്ന് കായികമന്ത്രി V. അബ്ദുറഹ്മാൻ. അടുത്ത തവണത്തെ അപേക്ഷയിൽ അവരെ പരിഗണിക്കും. തിരുവനന്തപുരത്ത് താരങ്ങളെ ആദരിക്കും. കായിക രംഗത്തെ ഉണർവ് നിലനിർത്താനാണ് ശ്രമിക്കുന്നത് എന്നും മന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് പരോളിന് ശേഷം ജയിലിൽ തിരികെയെത്താൻ സുപ്രീംകോടതി അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും 38 തടവുകാർ തിരിച്ചെത്തിയിട്ടില്ല. തിരിച്ചെത്താതെ മുങ്ങി നടക്കുന്നവരിൽ അധികവും കൊലക്കേസ് പ്രതികൾ. തിരികെയെത്താത്തവരെ പിടിച്ചുകൊണ്ടുവരാൻ പോലീസ് സഹായം തേടും. അധികം പ്രതികളും തിരികെയെത്താത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഇനിയും വരാനുള്ളത് 12 പേർ. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് 3 പേരും വിയ്യൂർ സെൻട്രൽ ജയിലിൽ 10 പേരും നെടുകാൽത്തേരി തുറന്ന ജയിലിൽ 8 പേരും ചീമേനി തുറന്ന ജയിലിൽ 5 പേരും തിരിച്ചെത്തിയിട്ടില്ല. പാലക്കാട് മലമ്പുഴ ജില്ലാ ജയിലിൽ നിന്ന് ചാടി റിമാൻഡ് പ്രതി. ജയിൽ ചാടിയത് കുഴൽമന്ദം സ്വദേശി ഷിനോയ്. സംഭവം രാവിലെ 10 മണിയോടെ ജയിൽ വളപ്പിൽ ജോലിക്ക് ഇറക്കിയപ്പോൾ പോലീസ് തെരച്ചിൽ തുടരുന്നു. ഇടവേള. ഒറ്റമൂലിയുടെ രഹസ്യത്തിനായി വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ ഒരാളായ നൌഷാദിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. വൈദ്യനെ കൊലപ്പെടുത്തിയ നിലമ്പൂരിലെ വീട്ടിലും മൃതദേഹം കഷ്ണങ്ങളാക്കി നിക്ഷേപിച്ച ചാലിയാറിന്റെ തീരത്തുമാണ് തെളിവെടുപ്പ്.
വൈദ്യന്റെ കൊലപാതകത്തിലെ പ്രതികൾ കൂടുതൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തതായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന്. വീഡിയോ റെക്കോർഡ് ചെയ്തത് അറസ്റ്റിലായ ഷൈബിന്റെ കൂട്ടാളി നൌഷാദ്. മുക്കം സ്വദേശി ഹാരിസ് എന്ന വ്യക്തിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയും അത് ആത്മഹത്യയാക്കാനും തെളിവ് നശിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങളും ചുവരിൽ ഒട്ടിച്ചത് ദൃശ്യങ്ങളിൽ വ്യക്തം. പോക്സോ കേസിൽ പ്രതിയായ മുൻ അധ്യാപകൻ KV ശശികുമാറിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. പോലീസ് ഒത്തുകളിക്കുന്നുവെന്നാണ് ആരോപണം. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഫ്രറ്റേണിറ്റിയും മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും മലപ്പുറം മുൻ നഗരസഭാംഗമായ ശശികുമാറിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അധ്യാപകനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സ്കൂളിലേക്ക് മാർച്ച് നടത്തി MSFും. അധ്യാപകന്റെ ചൂഷണം ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ തന്റെ ഫേസ്ബുക്ക് പരാമർശം ചർച്ചയാക്കുകയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ PK നവാസ്. മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് പണ്ഡിതരാണ് എന്നും നവാസ്. മലപ്പുറത്ത് മുൻ അധ്യാപകനെതിരായ മീറ്റു ആരോപണത്തിൽ ബന്ധപ്പെട്ട DDEയോട് വിശദീകരണം തേടിയതായി മന്ത്രി V ശിവൻകുട്ടി. റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. മണ്ണാർക്കാട് ഇരട്ടക്കൊലപാതക കേസിൽ വിധി പറയുന്നത് ഈ മാസം 14 മാറ്റി. ശിക്ഷാവിധിയിന്മേലുള്ള വാദപ്രതിവാദം ഇന്ന് പൂർത്തിയായി. കേസിൽ 25 പ്രതികൾ കുറ്റക്കാരെന്ന് പാലക്കാട് ജില്ലാ കോടതി കണ്ടെത്തിയിരുന്നു. AP സുന്നി വിഭാഗം പ്രവർത്തകരായ പള്ളത്ത് നൂറുദ്ദീൻ, കുഞ്ഞുഹംസ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പള്ളിയിൽ പിരിവ് നടത്തിയതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. 2013 നവംബർ 20-നാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. സ്വന്തം വാഹനങ്ങൾ എത്ര എന്ന ചോദ്യത്തിന് അറിയില്ലെന്ന് തിരുവനന്തപുരം നഗരസഭയുടെ മറുപടി. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന ഉത്തരം. വിവരാവകാശ രേഖ പുറത്തു വന്നത് നഗരസഭയുടെ വാഹനങ്ങൾ സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിനിടെ. തിരുവനന്തപുരം നഗരസഭയിലെ വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ അവ്യക്തത. നഗരസഭയ്ക്ക് സ്വന്തമായി 228 വാഹനങ്ങളുണ്ടെന്ന് 2017-18 വാർഷിക ഭരണ റിപ്പോർട്ടിൽ. 2019-20 റിപ്പോർട്ടിൽ അത് 137 കുറഞ്ഞു. 2020-21 വാർഷിക റിപ്പോർട്ടിൽ 223 വാഹനങ്ങളെന്നാണ് കണക്ക്. കോഴിക്കോട്ടെ വൃക്ഷത്തൈ നടീൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ അവ്യക്തത. നടപടി ഉണ്ടാകുമെന്ന് വനമന്ത്രി ആവർത്തിച്ചു പറയുമ്പോഴും ഫയൽ നീക്കം പോലും നടന്നിട്ടില്ല. ND സാജനെതിരെ തൽക്കാലം നടപടി വേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായാണ് സൂചന. സാജനെയും പത്മനാഭനെയും ഒഴിവാക്കി മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് എതിരെ ചെറിയ തോതിൽ വകുപ്പ് തല നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ വനമന്ത്രിയുടെ നീക്കമെന്നും വിവരം. ഗുരുവായൂരിൽ വീടിന്റെ വാതിൽ തകർത്ത വൻ മോഷണം. സ്വർണവും പണവും കവർന്നു. കവർച്ച നടന്നത് തമ്പുരാൻപടിയിലെ ബാലന്റെ വീട്ടിൽ. മോഷ്ടാക്കൾ കവർന്നത് 1,45,00,000 രൂപയുടെ സ്വർണവും 2 ലക്ഷം രൂപയും. കോട്ടയം മറിയപ്പള്ളിയിൽ MC റോഡിന് അരികിൽ ആളൊഴിഞ്ഞ പുരിയിടത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് 3 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹമാണ്. സ്ഥലത്തെത്തി പരിശോധിച്ച പോലീസ് സംഘം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. വർത്തമാനം പോർട്ടൽ അസോസിയേറ്റ് എഡിറ്റർ ആസിഫ് അലിയെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പോലീസുകാർ ഉപദ്രവിച്ചുവെന്നാണ് പരാതി. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകി. കുമളിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് കാട്ടുപോത്ത് ചാടി. അപകടത്തിൽ യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവം രാവിലെ 6 മണിയോടെ. കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുമളിക്ക് സമീപം ചെളിമടയിലാണ് അപകടമുണ്ടായത്. കാട്ടുപോത്ത് ചാടിയത് കറുകച്ചാലിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ജോജി ചെറിയാനും കുടുംബവും സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.